മേയർ ഹണി ബെഞ്ചമിന് വധഭീഷണി. കത്തിയുമായി വീടിന് സമീപമെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. നിരവധി തവണ യുവാവ് വീടിന് സമീപമെത്തി. കത്തിയുമായി യുവാവ് എത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ കിട്ടി. പരാതി നൽകിയിട്ടുണ്ടെന്നും ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്നറിയില്ല എന്നും മേയർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ ആൾ വന്ന് അന്വേഷണത്തിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം പരാതി കൊടുത്തു. പരാതി രജിസ്റ്റർ ചെയ്തു. പോലീസ് നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. അയാൾ മേയറുടെ വീട് ചോദിക്കുന്നു, മേയറെ കൊല്ലൂന്ന് പറയുന്നു. പിന്നെ എനിക്ക് അവളെ വീടറിയാം എന്നൊക്കെ ഇങ്ങനെ തനിയെ നടന്ന് പറയുന്നു. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഷമീർ, എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തി, വൈരാഗ്യമുള്ള ആരെങ്കിലും ആണോ ഇത്തരത്തിൽ ഒരു വധഭീഷണിയുമായി എത്തിയത്? പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? ഇദ്ദേഹം ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? മേയറെ കൊല്ലും എന്നൊക്കെ വധഭീഷണി മുഴക്കിയത് ആരോടാണ്? ലക്ഷ്മിപത്മ, കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒന്നിലധികം പ്രാവശ്യമാണ് മേയറിൻ്റെ വീടിന് സമീപം, മേയറിൻ്റെ കൊല്ലം ഉളിയക്കോലിന് സമീപമുള്ള വീടിന് സമീപം ഈ യുവാവ് എത്തിയത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ ആളുകൾ ഇത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് മേയറിൻ്റെ വീടിന് മുമ്പിലെത്തി കയ്യിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിരുന്ന കത്തി മാറ്റിയ ശേഷം മേയർ ഹണിയെ കൊലപ്പെടുത്തുമെന്ന് ഇയാൾ ആക്രോശിക്കുകയായിരുന്നു. അത് പരിസരവാസികളായ ആളുകൾ കാണുകയും ചെയ്തു. ഇതിനുശേഷം ഇയാൾ അവിടെ നിന്ന് വീണ്ടും മടങ്ങിപ്പോയി. പിന്നീട് ഉച്ച കഴിഞ്ഞും വീണ്ടും മേയറിൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് ഇയാളെത്തി മേയർ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. വൈകിട്ടും ഇത് ആവർത്തിച്ചതോടു കൂടിയാണ് ഇതിലൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് മേയർക്ക് തന്നെ ബോധ്യപ്പെട്ടത്. പിന്നെ മേയറുടെ ഓഫീസിലേക്ക് സമീപവാസികൾ വിളിച്ച് വിവരം അറിയിക്കുകയും രാത്രിയോടുകൂടി തന്നെ മേയർ ഈ സംഭവം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം മേയറുടെ വീടിന് സമീപം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ രാത്രിയൊക്കെ തന്നെ മേയറുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പോലീസുണ്ട്. എന്തായാലും ഈ യുവാവ് കാണുമ്പോൾ ഇയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇയാൾ ആ പരിസരത്ത് കഴിഞ്ഞ ദിവസം കുറേ അധികം തവണ ഇയാൾ കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. എന്തായാലും ആ പ്രദേശത്തെ വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഏത് സാഹചര്യത്തിലാണ് യുവാവ് ഇത്തരത്തിൽ എത്തുന്നത്? മേയർക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണോ, മേയറോട് വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണോ ഇതിന് പിന്നിലെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ആ പരിശോധിച്ച CCTV ദൃശ്യങ്ങളിൽ ഒരു CCTV ദൃശ്യമാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും യുവാവിനെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും മേയർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ട്. മേയർ ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ പോലീസിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും നിരീക്ഷണമുണ്ട്. എന്തായാലും ഈ യുവാവിനെ അടിയന്തരമായി കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. എന്തായാലും എല്ലാ CCTV ദൃശ്യങ്ങളിലെയും ദൃശ്യങ്ങൾ ഇയാളുടെ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ലക്ഷ്മി പത്മ.